സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഏകദേശം 350ഓളം പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. 75 ദിവസം നമ്മൾ കമ്മിറ്റ് ചെയ്യാണ്. 75 ദിവസം 75 പാഠങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാമത്തെ പാഠം ആരംഭിക്കുകയാണ്. ഈ 75ാമത്തെ ദിവസത്തിലെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ 75 ദിവസവും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട, കുടുംബമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, ചോദ്യങ്ങളാണ്, അതിൻ്റെ ഉത്തരങ്ങളാണ്. ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് മലയാളത്തിലൊന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അതിനുശേഷം ഒരു സെക്കൻഡ് നിങ്ങൾ ആലോചിക്കുക. അതിനുശേഷം നമ്മളത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതാണ്. ശ്രദ്ധിക്കാം. ആദ്യം നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്നെങ്ങനെ ചോദിക്കും? ഞാൻ ഒരു 3 സെക്കൻഡ് നിങ്ങൾക്ക് തരാം. ഓക്കെ. ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ യുവർ ഫാമിലി? അപ്പോൾ ഞാൻ ഉത്തരം കൂടെ പറയുകയാണ്. ദെയർ ആർ 5 പീപ്പിൾ ഇൻ മൈ ഫാമിലി. മൈ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ ആൻഡ് മീ. 5 പേര് അല്ലേ? അടുത്ത ചോദ്യം, നിങ്ങൾ വീട്ടിലാണോ അതോ ഫ്ലാറ്റിലാണോ താമസിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ടൗണിലൊക്കെ ഫ്ലാറ്റ് ഉണ്ട് അല്ലേ? അതല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീടുകളുമുണ്ട്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. Correct. Does your family live in a house or an apartment? ഇവിടെ ശ്രദ്ധിക്കുക, ഹൗസ് എന്നുള്ള ഇൻഡിപെൻഡൻറ്റ് ഹൗസ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. സിമ്പിളായിട്ടാണ് ഹൗസ് മതി, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഹൗസ് എന്ന് ചോദിക്കാം. ഇനി ശ്രദ്ധിക്കുക, ഡസ് യുവർ ഫാമിലി. അപ്പോൾ ഫാമിലി നമ്മൾ ഒന്നായിട്ടാണല്ലേ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഈ ഫാമിലി എന്നുള്ളത് സിംഗുലർ ആണല്ലേ. ഫാമിലി ഒന്നാണ്, കുടുംബം എന്നുള്ളത് ഒന്നായിട്ടാണ് നമ്മൾ. അതുകൊണ്ടാണ് ഡസ് ചോദിച്ചത്. ഡസ് യുവർ ഫാമിലി ലീവ് ഇൻ എ ഹൗസ് ഓർ ആൻ അപ്പാർട്ട്മെൻറ്റ്? വി ലീവ് ഇൻ എ ഹൗസ്. ഓക്കെ, ഞങ്ങളൊരു വീട്ടിലാണ്, അല്ലെങ്കിൽ വി ലീവ് ഇൻ ആൻ ഇൻഡിപെൻഡൻറ്റ് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ ദ കൺട്രി സൈഡ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമത്തിലാണ് അല്ലേ. അതാണ് ഈ കൺട്രി സൈഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വില്ലേജ് എന്നുള്ളതിനേക്കാളും കൂടുതൽ വിദേശികൾ ഉപയോഗിക്കുന്നത് കൺട്രി സൈഡ് എന്നുള്ളതാണ്. വില്ലേജ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നിൻ്റെ അച്ഛൻ എന്താണ് ജോലി? കറക്റ്റ്. വാട്ട് ഡസ് യുവർ ഫാദർ ഡു? നിൻ്റെ അച്ഛൻ എന്താണ് ജോലി? വാട്ട് ഡസ് യുവർ ഫാദർ ഡു? My father is a driver. He works at the local hospital. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞാലും മതി അല്ലേ. ഇത്രയും മാത്രം പറഞ്ഞാലും മതി അല്ലേ. മൈ ഫാദർ ഇസ് എ ഡ്രൈവർ എന്ന് പറഞ്ഞാലും മതി. അതിൻ്റെ കൂടെ ഹി വർക്ക്സ് അറ്റ് ദി ലോക്കൽ ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ലോക്കൽ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് അല്ലേ. താങ്കളുടെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരാണ്, നിൻ്റെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്, സഹോദരന്, ആർക്ക് വെള്ളമോ ആകാം അല്ലേ. എങ്ങനെ ചോദിക്കും? ചിന്തിച്ച്. കറക്റ്റ്. ഹൗ ഓൾഡ് ഈസ് യുവർ മദർ? ഓക്കെ, ഈ 6 അവസാനം വരുമ്പോൾ അത് അത്ര ഉപയോഗിക്കാറില്ല. ശ്രദ്ധിക്കുക. ഹൗ ഓൾഡ് ഈസ് യുവർ മദർ? അല്ലെങ്കിൽ ഹൗ ഓൾഡ് ഈസ് യുവർ ഫാദർ? ഷീ ഈസ് 64 years old. 6 years younger than my ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അത് പറയേണ്ട ആവശ്യമില്ല എത്രയാണെന്ന് ചോദിച്ചത്. പക്ഷേ നമ്മളെന്താണ് കൂടുതൽ എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കാനാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഷീ 64 years old. 6 years younger than my father. നിനക്ക് സഹോദരങ്ങളുണ്ടോ? Correct. Do you have any siblings? Do you have any siblings? നിനക്ക് സഹോദരങ്ങളുണ്ടോ? യെസ് ഐ ഡു. അത്രയും പറഞ്ഞാൽ ഉത്തരം കേട്ടോ. എനിക്ക് സഹോദരങ്ങളുണ്ട് എന്നുള്ളതാണ്. യെസ് ഐ ഡു. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എന്നാണ്. ഓക്കെ. ഐ ഹാവ് 1 elder brother ആൽബർട്ട്, 1 younger brother ജേക്കബ് ആൻഡ് 1 younger sister മേരി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് കൂട്ടി എന്നേ ഉള്ളൂ. നിങ്ങളാണോ നിങ്ങളുടെ സഹോദരങ്ങളിൽ മൂത്തത്? ആർ യു ദ ഓൾഡസ്റ്റ് എമംഗ്സ്റ്റ് യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? അല്ലെങ്കിൽ എമംഗ്സ്റ്റ് യുവർ സിബ്ലിങ്സ് എന്ന് ചോദിച്ചാലും മതി. ആർ യു ദ ഓൾഡസ്റ്റ് എമംഗ്സ്റ്റ് യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? നോ, ഐ എം നോട്ട്. ഐ എം ദ സെക്കൻഡ് ചൈൽഡ് ഇൻ മൈ ഫാമിലി. അല്ല, ഞാനല്ല. ഐ എം നോട്ട്. ഐ എം ദ സെക്കൻഡ് ചൈൽഡ് ഇൻ മൈ ഫാമിലി. ഞാൻ രണ്ടാമത്തെ ആളാണ്. നമ്മൾ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിക്കുമെന്നുള്ളത് നമ്മൾ പഠിച്ചതല്ലേ. നമ്മൾ മുമ്പിൽ എപ്പോഴൊക്കെയോ പറഞ്ഞതാണല്ലേ. ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടം? അപ്പം ചിലപ്പോൾ വിനോദങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഹോബി ആയിരിക്കും. എന്ത് ചെയ്യാനാണ് ഇഷ്ടം? നമ്മുടെ സാധാരണ അമ്മമാർക്കൊക്കെ എന്താണ്, കുക്കിംഗ് ആയിരിക്കും അല്ലേ ഏറ്റവും ഇഷ്ടം. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് ഇംഗ്ലീഷിൽ. വാട്ട് ഡസ് യുവർ ഫാദർ ലൈക്ക്? അല്ലെങ്കിൽ വാട്ട് ഡസ് യുവർ മദർ ലൈക്ക്?
ഈ ഡസ് എവിടെ നിന്ന് എടുത്തു? ലൈക്സിൻ്റെ എസ് എടുത്താണ് അല്ലേ? നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണല്ലേ ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും കാണണം കേട്ടോ. മൈ ഫാദർ ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ ആൻഡ് മൈ മദർ ലൈക്സ് കുക്കിംഗ്. എൻ്റെ അച്ഛൻ ഏതാണ് ഇഷ്ടം? ഫുട്ബോൾ കളിക്കാനും എൻ്റെ അമ്മയ്ക്ക് കുക്കിങ്ങുമാണ് ഏറ്റവും ഇഷ്ടം. വൈകി വരാൻ നിങ്ങളുടെ മാതാപിതാക്കൾ സമ്മതിക്കൂ? സാധാരണ നമ്മൾ എഴുതില്ല താമസത്തിൽ വല്ല കുഴപ്പമുണ്ടോ നിൻ്റെ വീട്ടിൽ അല്ലേ? ഞാനൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ സാധാരണ 11:30 12 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്നാലും ബഹളമുണ്ട് അല്ലേ? ചിലപ്പോൾ അടിയും കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ്. ഡു യുവർ പേരൻസ് ലെറ്റ് യു സ്റ്റേ ഔട്ട് ലേറ്റ്? ഓക്കെ, എന്താണ് നിന്റെ മാതാപിതാക്കൾ? ഡു യുവർ പേരൻസ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പേരൻസ് പ്ലൂറൽ ഒന്നാണ് ഡു എന്നല്ലേ. ഡു യുവർ പേരൻസ് ലെറ്റ് യു സ്റ്റേ ഔട്ട് ലേറ്റ്? പുറത്ത് ആയിരിക്കാൻ സമ്മതിക്കുമോ എന്നാണ്. സ്റ്റേ ഔട്ട് ലേറ്റ്. ഓക്കെ, ലേറ്റ് എന്ന് പറഞ്ഞാൽ താമസിക്കാൻ അല്ലേ? നോ, ഓഫ് കോഴ്സ് നോട്ട്. ദേ ഓൾവേസ് ആസ്ക് മീ ടു ഗെറ്റ് ഹോം ബിഫോർ 10 ഈച്ച് നൈറ്റ്. ഓക്കെ, എന്താണ് 10 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം എന്നാണ് പറയുന്നത്. ഞാനൊക്കെ ചിലപ്പോൾ 1 മണി വരെയൊക്കെ താമസിച്ചിട്ടുണ്ട് അല്ലേ? നീ പേരൻസിൻ്റെ കൂടെയാണോ താമസിക്കുന്നത്? നീ നിൻ്റെ പേരൻസിൻ്റെ കൂടെയാണോ താമസിക്കുന്നത് ഇപ്പം അല്ലേ? സാധാരണ ചിലപ്പോൾ ജോലി സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ ചോദിക്കില്ല പേരൻസിൻ്റെ കൂടെ എന്നൊക്കെ ചോദിക്കത്തില്ലേ? ഡു യു സ്റ്റേ വിത്ത് യുവർ പേരൻസ്? റൈറ്റ് നൗ നോ, ബട്ട് ഐ യൂസ് ടു. ഓക്കെ, എന്താണ് ഇപ്പോഴും ഞാൻ പേരൻസിൻ്റെ കൂടെ അല്ല താമസിക്കുന്നത്, പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ബട്ട് ഐ യൂസ് ടു. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാണോ അത്താഴം കഴിക്കുന്നത്? നമ്മൾ സാധാരണ കഴിക്കുന്നത് നിങ്ങൾക്ക് ഒന്നിച്ചാണോ വീട്ടിൽ നിന്ന് അത്താഴം കഴിക്കുന്നത് അല്ലേ? നമ്മൾ അതാണല്ലോ വേണ്ടത് അല്ലേ? എങ്ങനെ ചോദിക്കും? ഓൾ റൈറ്റ്. ഡാസ് യുവർ ഫാമിലി യൂഷ്വലി ഹാവ് ഡിന്നർ ടുഗദർ? ഓക്കെ, എന്താണ് അത്താഴം? ഡിന്നർ ആണല്ലേ. സപ്പർ എന്ന് വേണമെങ്കിലും പറയാം. സപ്പർ അത്ര പറയാറില്ല, ഡിന്നറാണ് പറയുന്നത്. യെസ് വി ഡു. ഓക്കെ, ഞങ്ങളാണ് എന്നാണ്. യെസ് വി ഡു. മൈ മോം ഓൾവേസ് പ്രിപ്പയർസ് ഡെലിഷ്യസ് മീൽസ് ഫോർ അസ്. ഓക്കെ, എന്താണ് എൻ്റെ അമ്മ എപ്പോഴും നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഡെലിഷ്യസ് മീൽസ് ഫോർ അസ്. ഓക്കെ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. യെസ് വി ഡു എന്ന് മാത്രം പറഞ്ഞാൽ അതിന് ഉത്തരമായി അല്ലേ? പഠിച്ചതാണ്. എപ്പോഴാണ് നിങ്ങൾ കിടക്കുന്നത്? നീ എപ്പോഴാണ് കിടക്കുന്നത്? സാധാരണ നമ്മൾ ചോദിക്കാറില്ലേ വാട്ട് ടൈം ഡു യു സ്ലീപ്പ്? അല്ലെങ്കിൽ വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ് എന്ന് ചോദിച്ചാലും മതി. അപ്പോഴേ ഞാൻ വേറൊരു രീതിയിൽ പറയുകയാണ്. ഐ യൂഷ്വലി ഗോ ടു ബെഡ് അറൗണ്ട് 10 എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ 10 മണിയൊക്കെ ആകുമ്പോഴാണ് മിക്കപ്പോഴും കിടക്കുന്നത് അല്ലേ? മിക്കപ്പോഴും ഞാനൊരു ഏകദേശം ഒരു 10 ആകുമ്പോഴാണ് കിടക്കുന്നത് പറയത്തില്ലേ? അപ്പോഴാണ് അതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മൾ 75 ദിവസം വരെ നമ്മൾ ഒന്നിച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.